നമസ്കാരം. ഷെക്കിന ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും നൈറ്റ്സ് ടംബ്ലറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കാൽവരിയിൽ മാനവരക്ഷയ്ക്ക് വേണ്ടി യേശുക്രിസ്തു അർപ്പിച്ച ബലിയുടെ ഓർമ്മയാണ് വിശുദ്ധ കുർബാന. ക്രൈസ്തവർ അതിവിശുദ്ധമായി കാണുന്ന ഒന്ന്. എന്നാൽ ഇന്ന് വിശുദ്ധ കുർബാനയെക്കുറിച്ചും അത് അർപ്പിക്കേണ്ട രീതിയെക്കുറിച്ചും നിരവധി അഭിപ്രായങ്ങളും തെറ്റിദ്ധാരണകളും പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പ്രേക്ഷകർ ഉന്നയിച്ച ചില ചോദ്യങ്ങളാണ് നൈറ്റ്സ് ടംബ്ലർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ബ്രദർ സനീഷ് ജോർജ് ആണ്. ബ്രദർ, സ്വാഗതം നൈറ്റ്സ് ടംബ്ലറിലേക്ക്. ബ്രദർ, നമുക്ക് വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് ഒരുപാട് ചോദ്യങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുള്ളത്. അതിൽ ചിലതാണിത്. അതിൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: കുർബാന ഒരു ഓർമ്മയാചരണമോ? കർത്തൃമേശ ഒരു ഓർമ്മയാചരണമായിരിക്കെ അതിന് സഭ ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത് എന്തുകൊണ്ട്? ഇത് വളരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചോദ്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടിയാണ്. കാരണം ഈ ഒരു ചോദ്യം വരുന്നത് തന്നെ ലൂക്കായുടെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിന്റെ 20-ാം വചനത്തിൽ നിന്നാണ്. അവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്: ഇതിന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഈശോ പറഞ്ഞ ഒരു കാര്യത്തെ ഏറ്റെടുത്തുകൊണ്ടാണ് ഇത് പറയുന്നത്. കത്തോലിക്ക സഭ ഒഴികെയുള്ള അനേക സഭാവിഭാഗങ്ങളൊക്കെ ഇതിനെ ഒരു കർത്തൃമേശ, ഒരു ഓർമ്മയാചരണം എന്നൊക്കെ നിലയിലാണ് കാണുന്നത്. പക്ഷേ കത്തോലിക്ക സഭ മാത്രം 2000 ആണ്ടായി ഇതിനെ എന്താ പറയുക, അതേ ഒരു അർത്ഥത്തിൽ, അതിൻ്റെ ഈശോ പറഞ്ഞ അതേ അർത്ഥത്തിൽ വചനത്തിന്റെ ആഴത്തിൽ കൊണ്ടു നടക്കുകയാണ്. അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് അതിന് മറ്റു വചന അടിസ്ഥാനങ്ങളെ നിഷേധിച്ചുകൊണ്ടാണ് മറ്റു സഭാവിഭാഗങ്ങൾ ഇതിനെ ഇങ്ങനത്തെ ഒരു നിലപാടിലേക്ക് എത്തുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 1 കൊരിന്തോസ് 10-ാം അധ്യായം അതിന്റെ 16-ാമത്തെ തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്: നമ്മൾ മുറിക്കുന്ന അപ്പം അവന്റെ ശരീരത്തിലുള്ള ഭാഗഭാഗിത്വമല്ലേ? നമ്മൾ ആശീർവദിക്കുന്ന പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള ഭാഗഭാഗിത്വമല്ലേ? വളരെ വ്യക്തതയോടുകൂടി പൗലോസ്ലീഹ പറയുകയാണ്, ഇത് ഓർമ്മയല്ല, യേശുവിൻ്റെ ശരീരമാണ്, യേശുവിൻ്റെ രക്തമാണ്. നമ്മുടെ അവിടെ മുറിക്കപ്പെടുന്നത് അപ്പമാണെങ്കിലും അത് ക്രിസ്തുവിൻ്റെ ശരീരമാണ് എന്ന് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാതെയാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്. അതുകൊണ്ടാണ് തുടർന്നുള്ള 1 കൊരിന്തോസ് 11-ാം അധ്യായത്തിന്റെ 26-27 വചനങ്ങളിൽ പറയുന്നത്: തന്മൂലം അയോഗ്യതയോടെ ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയോ ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയോ ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ പാപം ചെയ്യുന്നു. അവൻ ആ ഓർമ്മയ്ക്കെതിരെ പാപം ചെയ്യുന്നല്ല പറയണത്, മറിച്ച് അതൊരു സാദൃശ്യമാണെന്നൊന്നും അല്ല പറയുന്നത്. മറിച്ച് വളരെ വ്യക്തതയോടുകൂടി വിശുദ്ധ പൗലോസ്ലീഹ പറയുകയാണ്, ഏതെങ്കിലും ഒരു വ്യക്തി വിശുദ്ധി കൂടാതെ, ഒരുക്കം കൂടാതെ, ആത്മശോധന കൂടാതെ ഈ ഒരു അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഈ ഒരു പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുന്ന വ്യക്തി കർത്താവിൻ്റെ തിരു ശരീരത്തിനും തിരു രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ വ്യക്തതയോടുകൂടി പറയുകയാണ്, ഇത് ഓർമ്മയല്ല, മറിച്ച് ഇത് കാൽവരിയുടെ ഒരു പുനരാവിഷ്കരണമാണ്, ക്രിസ്തുവിൻ്റെ ശരീരമാണ്, ക്രിസ്തുവിൻ്റെ രക്തമാണ്. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് വേണേ ഇതിനൊരു മറുവാദഗതി എന്ന നിലയ്ക്ക് പറയാം. ഇത് ലേഖനത്തിൽ പറഞ്ഞാണ്, പൗലോസ്ലീഹ പറഞ്ഞ സാഹചര്യം അങ്ങനെ പൗലോസ് അന്ന് ഇല്ലായിരുന്നു. അങ്ങനെ 100 കാര്യങ്ങൾ ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടവർ ഉന്നയിക്കുമ്പോഴും യഥാർത്ഥത്തിൽ ഇത് യേശുവിൻ്റെ പഠനമാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ്. കാരണം ഇതെല്ലാം വളരെ വ്യക്തതയോടുകൂടി ഈശോ പറഞ്ഞിരിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലാണ്. യേശു തന്നെ വെളിപ്പെടുത്തി കൊടുത്തൊരു വെളിപാടായിട്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്. 1 കൊരിന്തോസ് 11-ാം അധ്യായം 23 വചനങ്ങളിൽ പറയുന്നത്, എനിക്ക് കർത്താവിന് ലഭിച്ച വെളിപാട് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ്, എനിക്ക് കർത്താവിന് ലഭിച്ച ഈ കാര്യം ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് തന്നെ അതിൻ്റെ ഒരു ആധികാരികത തെളിവാണ്. കാരണം അന്ന് അന്ത്യത്താഴ വേളയിൽ ഈശോ ശിഷ്യന്മാരോട് കൂടി ആദ്യ ബലി അർപ്പിക്കുമ്പോൾ വിശുദ്ധ പൗലോസ് അവിടെ ഇല്ല. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് ഗ്രാഹ്യമില്ല. എന്നിട്ടും ഇത്രയും സ്പഷ്ടതയോടെ വ്യക്തതയോടുകൂടി അദ്ദേഹം ഇതിനെ പറയുന്നതിന് കാരണമെന്ന് പറയുന്നത് തന്നെ ഈശോ വെളിപ്പെടുത്തി കൊടുത്തിയ ആ വെളിപാടാണ്. അത് തന്നെ ഇതിൻ്റെ ആധികാരികതയാണ്. പക്ഷെ അതിനെ പോലും മറികടന്നുകൊണ്ട് ആൾക്കാർ ചിന്തിക്കുമ്പോൾ, എന്നാൽ ഇവിടെ നമ്മൾ എന്താ പറയുക, യേശുവിൻ്റെ വചനത്തെയാണ് നമ്മൾ അതിലംഘിക്കുന്നത്, നമ്മൾ തിരിച്ചറിയണം. കത്തോലിക്ക സഭ 2000 വർഷമായിട്ട് കാത്തു സൂക്ഷിക്കുന്ന പാവനമായ ഈ പാരമ്പര്യത്തെയും വിശുദ്ധ ബലി അർപ്പണത്തെയും നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 29 മുതലുള്ള വചനങ്ങളിലാണ് ഈ ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രതിപാദനം കിടക്കുന്നത്. നമുക്കറിയാം അതിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം. അപ്പം വർദ്ധിപ്പിച്ച് ജനസമൂഹത്തിന് കൊടുത്തതിന് ശേഷമുള്ള ഒരു കോണ്ടെക്സ്റ്റിലാണ് വീണ്ടും ഇവരെ യേശുവിനെ തേടി കഫർനാമിൽ എത്തുമ്പോൾ ഈശോ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്: അടയാളങ്ങൾ കണ്ടതുകൊണ്ട് നല്ല, മറിച്ച് അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ അന്വേഷിച്ച് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കോണ്ടെക്സ്റ്റ് ഒക്കെ പറഞ്ഞിട്ട് പറയുകയാണ്, ഞാനാണ് ജീവന്റെ അപ്പം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 51-ാമത്തെ വചനം ഇതാ പറയാം: ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ലോകത്തിന്റെ ജീവന്, ഞാനാണ് ജീവന്റെ അപ്പം എന്ന് പറഞ്ഞ ഈശോ തന്നെ തുടർന്ന് പറയുകയാണ്, ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ആര് അപ്പം ഭക്ഷിക്കുന്നോ അവന് നിത്യജീവനുണ്ട്. ഇതാണ് തുടർന്ന് പറയുന്ന കാര്യം. അപ്പോൾ അവിടെ ഈശോ വളരെ വ്യക്തതയോടുകൂടി പറയുകയാണ്, ഞാനാണ് ജീവന്റെ അപ്പം, ഞാൻ ഈ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു, ഞാൻ നിങ്ങൾ ഭക്ഷിക്കുന്ന ഈ അപ്പം എൻ്റെ ശരീരമാണ്. അപ്പോൾ ഇവിടെ ഈശോ വളരെ വ്യക്തതയോടുകൂടി പറയുകയാണ് ഈ അപ്പം എന്ന് പറയുന്നത് തൻ്റെ ശരീരമാണ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ദൈവശാസ്ത്രം ഒന്ന് വെളിപ്പെട്ടപ്പോൾ തന്നെ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 60-ാം വചനത്തിൽ നമ്മൾ കാണുന്നത്, അനേകർ പറഞ്ഞു ഈ വചനം കഠിനമാണ്,
അനേകർ യേശുവിനെ വിട്ടുപോയി. അപ്പൊ യേശു അതിനൊക്കെ അന്നേരം എന്താ പറയാ, അവിടെ ഒന്നും ഒരു എന്താ പറയാ മറിച്ച് പറയുകയല്ല, അല്ലെങ്കിൽ തൻ്റെ ആ ഒരു വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള പഠനത്തിൽ തെല്ലും വെള്ളം ചേർക്കാനോ അവരെ തിരികെ വിളിക്കാനോ ഒരു കോംപ്രമൈസിന് തയ്യാറാകുകയല്ല ചെയ്തത്. മറിച്ച് ഒന്ന് തിരിഞ്ഞ് ശിഷ്യന്മാരോട് ചോദിക്കുക, നിങ്ങൾക്കും പോണേ പൊക്കൂ, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ചോദിക്കുക. അപ്പൊ അത്രമാത്രം ആ ഒരു കാര്യത്തിൽ ഈശോയ്ക്ക് വ്യക്തതയുണ്ടായിരുന്നു, കൃത്യതയുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇതൊരു ഓർമ്മയാചരണമാണ്, ക്രിസ്തുവിന്റെ ശരീരമല്ല എന്ന് പറയുന്ന ഒരു വ്യക്തി എന്താ പറയുക, ഈ പറഞ്ഞ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം വ്യാഖ്യാനിച്ച് എവിടെയെങ്കിലും എത്തേണ്ടി വരും. കാരണം ഈശോയുടെ വാക്കുകളെ തീർച്ചയായിട്ടും വളച്ചൊടിക്കാതെ നമുക്കിത് പറയാൻ പറ്റത്തില്ല. ഈ ഒരു വാക്കുകളെ നമ്മൾ നേരിട്ട് നമ്മുടെ ജീവിതങ്ങളിലേക്ക് സ്വീകരിക്കുമ്പോൾ ഒരു സത്യം നമ്മൾ വളരെ വ്യക്തതയോടുകൂടി അംഗീകരിച്ച് മതിയാവൂ. അത് ക്രിസ്തുവിന്റെ ശരീരമാണ്, ക്രിസ്തുവിന്റെ തിരുരക്തമാണ്. അത് വെറുതെ ഒരു ഓർമ്മയാചരണമല്ല. അതിൻ്റെയൊക്കെ അപ്പുറത്ത് അവന്റെ കുരിശുമരണത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായ പുനരാവിഷ്കരണമാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. വളരെ വ്യക്തമാണ് ബ്രദർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർമ്മയാചരണം എന്നതിനും അപ്പുറത്ത് അതൊരു പങ്കുകൊള്ളലാണ്. ഈശോ കാൽവരിയിൽ അർപ്പിച്ച ബലിയിലുള്ള ഒരു പങ്കുചേരല് അല്ലേ? അവന്റെ രക്തത്തിലും ശരീരത്തിലുള്ള ഭാഗഭാഗിത്വം തന്നെയാണ്. ഓക്കെ ബ്രദർ, അടുത്തൊരു ചോദ്യം നമുക്ക് വീണ്ടും അവർ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം ഇതാണ്: എന്നേക്കുമുള്ള ഏകബലി കാൽവരി കുരിശിൽ അർപ്പിക്കപ്പെട്ടിരിക്കെ പിന്നെ ഒരു ബലി അർപ്പണത്തിന് സാധ്യതയുണ്ടോ? നിങ്ങൾ യേശുവിനെ വീണ്ടും കുരിശിലേറ്റുകയാണോ? അത് സാധ്യമല്ലല്ലോ. പിന്നെ മാത്രമല്ല, ഇനിയൊരു ബലി ഇല്ല എന്ന് വിശുദ്ധ ബൈബിൾ അസന്നിഗ്ധമായി പറഞ്ഞിരിക്കെ വീണ്ടും വിശുദ്ധ ബലി എന്നൊക്കെ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമുണ്ട്. യേശുവിന്റെ കാൽവരിയിലെ ബലിയെക്കുറിച്ച് പറയും. ഇത് പറഞ്ഞു വരുന്നത് അതിൽ 9-ാം അധ്യായം, എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലാണ് ഈ എന്നേക്കുമുള്ള ഏകബലി എന്ന് പറയുന്നത്. ഈ പറഞ്ഞു വരുന്ന കൺക്ലൂഷൻ എവിടെ എത്തുന്നു നമ്മൾ തിരിച്ചറിയണം. 9-ാം അധ്യായത്തിന്റെ ഹെഡിങ് ഇങ്ങനെയാണ്: ബലി പുതിയതും പഴയതും. എബ്രായ ലേഖകൻ ഉദ്ദേശിക്കുന്നത് പഴയ നിയമ ബലി എല്ലാം യേശുവിന്റെ ബലിയുടെ പ്രതീകമായിരുന്നു. അതെല്ലാം അക്കംപ്ലീഷ്ഡ് ആയിരിക്കുന്നത് ക്രിസ്തുവിന്റെ കാൽവരി യാഗത്തിലാണ് എന്നുള്ളതാണ് അദ്ദേഹം പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് എന്നേക്കുമുള്ള ഏകബലിയാണ്. രണ്ടാമതൊരു ബലിയില്ല. യേശു ക്രിസ്തുവിനെ വീണ്ടും ആരും കുരിശ് തറയ്ക്കുന്നുമില്ല, കുരിശ് കയറ്റാൻ സാധ്യവുമല്ല. അത് അങ്ങനെ തന്നെയാണ് താനും. പക്ഷെ എന്നേക്കുമുള്ള ഏകബലി എന്ന് പറഞ്ഞത് അത് പഴയ നിയമത്തിന്റെ ഫുൾഫിൽമെന്റ് എന്ന നിലയ്ക്കാണ് ഏറ്റവും ആദ്യമായിട്ട് പറയുന്നത്. അപ്പൊ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. എന്നേക്കുമുള്ള ഏകബലി ആണെങ്കിൽ ഇതിന് പഴയ നിയമത്തിൽ റെഫറൻസ് ഉണ്ടാവണം, പുതിയ നിയമത്തിലും സഭയുടെ ജീവിതത്തിലും എല്ലാം ഇതിന് ഒരു റെലവൻസ് ഉണ്ടാവണം. അതൊന്ന് തിരിച്ചറിയണം. അല്ലാതെ 2000 വർഷങ്ങൾക്ക് മുമ്പ് അർപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞ ഒറ്റ കാര്യത്തിൽ മാത്രം അത് ഒതുങ്ങി നിൽക്കാൻ പാടില്ല. അത് എന്നേക്കുമുള്ളതാണ്. അപ്പൊ നമ്മൾ തിരിച്ചറിയണം, നമ്മൾ കാൽവരി കുരിശിലെ ഈ യാഗം എന്ന് പറയുന്നതിന് പഴയ നിയമത്തിൽ എന്തെങ്കിലുമൊക്കെ റെലവൻസ് ഉണ്ടോ, റെഫറൻസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ നമ്മൾ വീണ്ടും നമ്മൾ പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ കാണുന്നത് യേശു ക്രിസ്തുവിന്റെ കുരിശിലെ ബലി പഴയ നിയമത്തിൽ പ്രതീകങ്ങളിലൂടെ ഇങ്ങനെ കടന്നു വരുന്ന ഒന്നാണ്. പഴയ നിയമത്തില് പെസഹ ആചരിക്കുന്നു. നമുക്കറിയാം പുതിയ നിയമത്തില് യേശു ക്രിസ്തുവാണ് നമ്മുടെ പെസഹ കുഞ്ഞാടെന്നാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്. അല്ലെ, അവനെ നോക്കിയിട്ടാണ് സ്നാപയോഹന്നാൻ പറയുന്നത്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ പറയുന്നത് ചുറ്റു ചൂണ്ടുന്നത് പഴയ നിയമത്തിന്റെ ആ ഒരു ആധികാരികതയിലേക്ക് ചൂണ്ടിക്കൊണ്ടാണ്, അവിടെ കാലൂന്നി നിന്നുകൊണ്ടാണ്. അപ്പം പഴയ നിയമത്തിൽ എന്ത് പ്രതീകങ്ങളുണ്ട്? മെൽക്കിസദേക്കിന്റെ ബലി, അപ്പവും വീഞ്ഞുമായിട്ട് അദ്ദേഹം വന്ന് അർപ്പിക്കുന്ന ഈ ബലി. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ പുതിയ നിയമത്തിൽ ഈ എബ്രായ ലേഖനം തന്നെ 7-ാം അധ്യായം പറയണത് മെൽക്കിസദേക്കിന്റെ കർമ്മപ്രകാരമുള്ള ആ ഒരു പൗരോഹിത്യത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇതെല്ലാം വിരൽ ചൂണ്ടുന്ന ഒരു കാര്യം, പഴയ നിയമത്തിൽ ഈ ഒരു കാൽവരി കുരിശിലെ യാഗം പ്രതീകങ്ങളായിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നതും, അതായത് അബ്രാഹാം ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാൻ പോകുന്നതും, ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് കാൽവരിയിൽ പൂർത്തിയാകേണ്ട ക്രിസ്തുവിന്റെ യാഗത്തിലേക്കാണ്. എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ ക്രിസ്തുവിന്റെ കുരിശിലെ ബലി പ്രതീകങ്ങളായി ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സംഭവമാണ്. അവിടെ യേശു ക്രിസ്തു കാൽവരിയിൽ രക്തം ചിന്തി കുരിശിൽ മരിക്കുകയാണ്. അപ്പൊ ഇത് സംഭവമായിട്ട് മാറുകയാണ്. ആ പഴയ നിയമത്തിലെ പ്രതീകം പുതിയ നിയമത്തിലെ സംഭവമായിട്ട് മാറുന്നു. വീണ്ടും ഇത് സഭയുടെ ജീവിതത്തിൽ തുടർന്നു പോകേണ്ടതുണ്ട്. കാരണം എന്നേക്കുമുള്ളതാണിത്. ഇപ്പൊ തുടർന്നു പോകേണ്ടത് കൊണ്ട് ഇത് എപ്രകാരമാണ് എന്നുള്ളത് ഈശോ എന്താ പറയുക, യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തില് വളരെ തനിക്ക് ലോകത്തിൽ തനിക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നവനെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. എന്നിട്ട് അവരോട് കൂടെ ആയിരിക്കാൻ വേണ്ടി അവൻ ഈ വിശുദ്ധ കുർബാന സ്ഥാപിക്കുക. അതുകൊണ്ട് സഭയുടെ ജീവിതത്തിൽ അത് ഇന്നും തുടർന്നുകൊണ്ട് പോകാൻ അവനതിനെ കൂദാശയാക്കി മാറ്റി. അപ്പൊ ഇന്ന് കൂദാശയിലൂടെ അതേ കാൽവരി യാഗം പുനരാവിഷ്കരിക്കപ്പെടുന്നു. അപ്പൊ എന്നേക്കുമുള്ള ഏകബലി എന്ന് പറയുമ്പോൾ അത് പഴയ നിയമത്തിൽ പ്രതീകമാണ്, പുതിയ നിയമത്തിൽ അത് സംഭവമാണ്. സഭയുടെ ജീവിത ഈ ഒരു വഴിത്താരയിൽ അത് കൂദാശയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം കൂടെ ഒന്ന് ചേർത്ത് വെച്ച് വായിക്കേണ്ടതുണ്ട്. അതിന്റെ 14-ാം അധ്യായത്തിന്റെ 16, 17, 18, 19 ഈ വചനങ്ങളൊക്കെ ഒന്ന് വായിക്കുമ്പോൾ അവിടെ പറയാണ്, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുക, എന്നേക്ക് നിങ്ങളോട് കൂടി ആയിരിക്കും മറ്റൊരു സഹായകനെ അവിടെ നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കില്ല, എന്നാൽ നിങ്ങൾക്ക് അവനെ സാധിക്കും, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു. ഇതെല്ലാം പറഞ്ഞിട്ട് പറയാം, ഞാൻ നിങ്ങളെ 14, 18 പറയാം, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ വീണ്ടും നിങ്ങളുടെ അടുക്കിലേക്ക് വരും. അപ്പൊ അതിന് വ്യക്തതയോടുകൂടി പറയാണ്,
ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ വീണ്ടും നിങ്ങളുടെ അടുക്കിലേക്ക് വരും. എന്നിട്ട് പറയാണ്, ലോകം എന്നെ കാണുകയില്ല, എന്നാൽ നിങ്ങൾ എന്നെ കാണും. ലോകത്തിലെ സകല ഗോത്രങ്ങളും ക്രിസ്തുവിനെ കാണുമെന്നുള്ളതാണ് രണ്ടാം വരവ് നമുക്കറിയാം. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ? ലോകം കാണുകയില്ല, നിങ്ങൾ കാണും. ഒരു പ്രത്യേക രീതിയിൽ അപ്പോൾ ഈശോ വരുന്നുണ്ട് എന്നുള്ളതിന്റെ വലിയ സൂചകമാണ്. ഇത് പറയുന്നത് ഈ 13-ാം അധ്യായത്തിലെ വിശുദ്ധ കുർബാനയുടെ സംസ്ഥാപനത്തിന് ശേഷമാണ് ഈശോ പറയുന്നത്, ഞാൻ വീണ്ടും വരും. ഒരു വിശുദ്ധ കുർബാനയിലേക്ക് നോക്കുന്ന വിശ്വാസിയില്ലാത്തൊരു മനുഷ്യൻ, ഒരു വ്യക്തി കാണുന്നത് ഒരു അപ്പമാണ്. യേശുവിനെ കാണാൻ പറ്റില്ല. വിശ്വാസികളായ നമുക്ക് മാത്രമേ യേശുവിനെ അതിൽ കാണാൻ സാധിക്കത്തുള്ളൂ. അതാണ് ഇവിടെ തിരുവചനം വ്യക്തതയോടുകൂടി പറയുന്നത്, ലോകം കാണില്ല, നിങ്ങൾ കാണും, പക്ഷെ ഞാൻ വരുന്നുണ്ട്. അപ്പൊ അത് എന്നേക്കും നമ്മളോട് കൂടി ആയിരിക്കാൻ വേണ്ടി ഈശോ മത്തായിയുടെ സുവിശേഷം 28-ാം വചനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, യുഗാന്തി വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന്. ഈശോ തന്നെ നമ്മുടെ കൂടെ ആയിരിക്കുവാൻ, അപ്പൊ താൻ അന്ന് വരെ സ്നേഹിച്ചിരുന്ന, കൂടെ കൊണ്ട് നടന്ന ആ ശിഷ്യന്മാരെ വിട്ടുപിരിയാതെ അവരോട് കൂടി ആയിരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഈ വിശുദ്ധ ബലി സ്ഥാപിക്കുന്നത്, വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത്. അത് ലോകത്തിന്റെ അന്ത്യം വരെ തുടർന്നു പോകേണ്ടതുമാണ്. കാരണം അന്നേരമാണ് അത് എന്നേക്കുമുള്ള ബലി എന്നുള്ള ആ വലിയൊരു സത്യത്തിലേക്ക് എന്താ പറയുക ഉൾച്ചേരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും സഭയുടെ കാലഘട്ടത്തിൽ അത് കൗതാശികമായ ഒരു തലത്തിലേക്ക് ഉയർത്തപ്പെട്ട് തുടർന്നു പോകേണ്ടിയിരിക്കുന്നു. അത് ഏക ബലിയാകുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. കാരണം ഇവിടെ ബലിയർപ്പകനും ബലിവസ്തുവും ഒന്ന് തന്നെ. കാൽവരിയില് ബലിയർപ്പകനും ബലിവസ്തു ഒന്നായിരിക്കുന്നത് പോലെ തന്നെ അതേ ക്രിസ്തു തന്നെയാണ് വിശുദ്ധ ബലിയിലെ ബലിവസ്തുവും ബലിയർപ്പകനും. ക്രിസ്തുവാണ് ബലിയർപ്പിക്കുന്നത്, ക്രിസ്തുവാണ് ബലിവസ്തു. ഇത് രണ്ടല്ല, ഒന്നാണ്. കാൽവരി മലയിലെ ആ ഒരു വലിയ മഹത്തായ രക്ഷയുടെ ഫലദായകത്വം ഇന്നും എല്ലാ ജനങ്ങളിലേക്കും അത് പകർന്നു കൊടുക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് കാൽവരി യാഗം പുനരാവിഷ്കരിക്കപ്പെടുകയാണ് ഓരോ വിശുദ്ധ ബലിയിലും ചെയ്യുന്നത്. വളരെ വ്യക്തമാണ് ബ്രദർ. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഈ പ്രൊട്ടസ്റ്റന്റ് സഭക്കാര് അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് സഭാംഗങ്ങളും യഹോവ സാക്ഷികളൊക്കെ പറയുന്ന പ്രത്യേകമായിട്ട് കോട്ട് ചെയ്ത് പറയുന്ന ഒരു വചനഭാഗമുണ്ട്, ഹെബ്രായർ 10:11. പാപങ്ങൾ അകറ്റാൻ കഴിവില്ലാത്ത ബലികൾ വീണ്ടും പുരോഹിതൻ അർപ്പിക്കുന്നത് കൊണ്ട് എന്താണ് എന്നുള്ള രീതിയിൽ ഉള്ള സംസാരങ്ങൾ ഉള്ള രീതിയിലുള്ള പ്രചരണങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ബ്രദറിന് എന്താണ് പറയാനുള്ളത്? നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഒന്നാമതായിട്ട് അവര് വിശുദ്ധ കുർബാനയെയോ അല്ലെങ്കിൽ പൗരോഹിത്യത്തെ അംഗീകരിക്കുന്നില്ല. ഈ രണ്ടാമതായിട്ട് അവിടെ വരച്ചുകൊണ്ടുന്ന പൗരോഹിത്യത്തിന് നേരെയാണ്. പാപങ്ങൾ അകറ്റാൻ കഴിവില്ലാത്ത ബലികൾ ആവർത്തിച്ചർപ്പിച്ചുകൊണ്ട് ഓരോ പുരോഹിതനും ഓരോ ദിവസവും ബലിപീഠത്തിൽ ശുശ്രൂഷ ചെയ്യുന്നു. അപ്പം വളരെ പെട്ടെന്ന് അവരിതെടുത്തിട്ട് ഈ പുരോഹിതന്റെ ശുശ്രൂഷ പൗരോഹിത്യത്തെ തള്ളിക്കളയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മേഖലയാണിത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എബ്രായ ലേഖനം എഴുതപ്പെട്ട ആ ഒരു കാലം എന്ന് പറയുന്നത് AD 70 മുമ്പാണ്. AD 70 മുമ്പ് എന്ന് ഞാൻ പറയാൻ കാരണം AD 70 റോമാ സാമ്രാജ്യം ഈ ജെറുസലേം ദേവാലയം തകർത്ത് കളയുന്നത്. അതിനു മുമ്പ് അവിടെ ബലിയർപ്പണം നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഈശോയുടെ ഈ കാൽവരി യാഗം പൂർത്തിയാക്കപ്പെട്ടു എങ്കിലും ഇതിന്റെ മഹനീയത അറിയത്തില്ലാത്ത യഹൂദ സമൂഹം എന്താ പറയുക പഴയ നിയമ ബലികളെ പിന്തുടർന്ന് പോകുന്നുണ്ട്. അപ്പൊ അതിനെ ചൂണ്ടിക്കൊണ്ടാണ് ഹെബ്രായ ലേഖനം പറയുന്നത്, പാപങ്ങളകറ്റാൻ കഴിവില്ലാത്ത ബലി ആവർത്തിച്ചർപ്പിച്ചുകൊണ്ട് ഇന്നും ജെറുസലേമിലെ ദേവാലയത്തിൽ ബലികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഹെബ്രായ ലേഖനം എഴുതപ്പെട്ട ആ കാലഘട്ടവും അത് പറഞ്ഞ സാഹചര്യവും വെച്ച് നോക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കാം അത് പുതിയ നിയമം. ഞാൻ പറഞ്ഞു 9-ാമത്തെ അധ്യായം, ഹെബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് പുതിയ നിയമത്തിന്റെ ആ ബലിയുടെ കർത്താവിന്റെ ബലിയുടെ അനന്യത എടുത്തുയർത്തുന്നതോടൊപ്പം അത് എന്നേക്കുമുള്ള ഏകബലിയാണെന്ന് പറയുന്നതോടൊപ്പം തന്നെ മറ്റതിന്റെ ആ ഒരു എന്താ പറയുക പാപങ്ങൾ അകറ്റാനുള്ള കഴിവില്ലായ്മ, അതിന്റെ കുറവ്, അതിന്റെ അപൂർണതയും ഇവിടെ വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഈ ലേഖനം ഇങ്ങനെ പറയുന്നത്. അല്ലാതെ ഇവിടെ പറയുന്നതിന്റെ അർത്ഥം ശുശ്രൂഷ പൗരോഹിത്യം ഇല്ലെന്നോ ബലിക്ക് അർത്ഥമില്ലെന്നോ ഒന്നുമല്ല. മറിച്ച് ആ ഒരു കാര്യം പറയുന്നത് ജെറുസലേം ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുന്ന പഴയ നിയമ ബലികളുടെ പാപങ്ങൾ അകറ്റാൻ കഴിവില്ലായ്മ എടുത്തു കാട്ടാൻ വേണ്ടിയാണ്. മറിച്ച് ക്രിസ്തുവിൽ പൂർണ്ണമായ ബലിയുടെ അനന്യതയെ ഉയർത്താൻ വേണ്ടി അത് പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി അർപ്പിക്കപ്പെട്ട ഏക ബലിയാണെന്ന് ഊന്നി പറയാനാണ് ലേഖനം അത് പറയുന്നത്. ബ്രദർ, അതായത് AD 70 ഉണ്ടായിരുന്ന ഒരു കോണ്ടെക്സ്റ്റിനെ 21-ാം നൂറ്റാണ്ടിലേക്ക് എടുത്തിട്ട് കഴിഞ്ഞപ്പോൾ ഒരു തെറ്റിദ്ധാരണയായി മാറി. തീർച്ചയായും. അതുപോലെ ബ്രദർ, മറ്റൊരു ചോദ്യമാണ് ഇത്. വിശുദ്ധ കുർബാന കാൽവരി ബലിയുടെ പുനരാവിഷ്കരണമാണെന്ന് പറയുമ്പോൾ ഇത് എത്രത്തോളം വിശ്വാസ സമൂഹം മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ട്? ആവർത്തന വിരസതയാർന്ന പ്രാർത്ഥനകളുടെയും ആചാരക്രമങ്ങളുടെയും ആകെത്തുകയാണ് സാധാരണ വിശ്വാസികളുടെ ബലിയർപ്പണം. ആവർത്തന വിരസതയല്ലേ ഈ വിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനകൾ എന്നാണ് ചോദ്യം. അപ്പം ഈ കാൽവരി അങ്ങനെയുള്ള ആവർത്തന വിരസത വരുമ്പോൾ കാൽവരി അനുഭവത്തിലേക്ക് എത്രത്തോളം വിശ്വാസികൾ ഉയരുന്നുണ്ട് എന്നാണ് ചോദിക്കുന്നത്. സാധാരണക്കാരന് മനസ്സിലാക്കുവാനും ബുദ്ധിമുട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ചെറിയൊരു എന്താ പറയുക വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാൻ വിഷമമുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ട്രാൻസ്സബ്സ്റ്റാൻഷിയേഷൻ എന്നൊക്കെ പറയുമ്പോൾ കടിച്ചാപ്പെട്ടാത്തൊരു വാക്ക് പോലെയൊക്കെ പെട്ടെന്ന് സാധാരണ വിശ്വാസിക്ക് അനുഭവപ്പെടുള്ളൂ. സത്താപരമായ മാറ്റം എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അവന് എന്താ പറയുക, അപ്പോൾ അവനെ സംബന്ധിച്ചോളം അങ്ങനെയുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചോളം ഇത് വളരെ ആവർത്തന വിരസതയാർന്ന ഒന്നായിട്ട് മാറും. മറിച്ച്
ഇത് വിശ്വാസത്തിൽ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ട, പ്രാപിക്കേണ്ട ഒരു ദൈവിക രഹസ്യമാണ്. ഇതിനോടൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ യുവജനങ്ങൾക്കാണ് ഇത് വലിയ, അവരെയാണ് വളരെയധികം സ്വാധീനിക്കുന്നൊക്കെ പറയും. അതിനോടൊക്കെ ചേർത്ത് വെച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈയിടെ വാഴ്ത്തപ്പെട്ടവരുടെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട വിശുദ്ധ കാർലോ അക്വിറ്റസിനെ കുറിച്ചാണ്. അദ്ദേഹം ഇതേ കാലഘട്ടത്തിലൂടെ കടന്നുപോയതാണ്. നമ്മുടെ ഈ കാലഘട്ടം ജീവിച്ചു. ഇന്നും അദ്ദേഹത്തിന്റെ അമ്മ ജീവനോടെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇതിന്റെ എല്ലാം മധ്യത്തിൽ ഈ ആധുനികതയുടെ നിറവിലും തികവിലും നിൽക്കുന്ന ഒരു യുവജന സമൂഹത്തിൽ നിന്ന് ഒരു വ്യക്തി വാഴ്ത്തപ്പെട്ടവരുടെ നിലയിലേക്ക് ഉയർത്തപ്പെട്ടുകൊണ്ട് പറയുന്നത് ഇതാണ്: അന്വേഷിക്കുക, നിനക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇത് അന്വേഷണമില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ വിശ്വാസപരമായ പരിശീലനത്തിന്റെ അഭാവമാണ് ഇവിടെ കാണുന്നത്. മറിച്ച് ഇവിടെ ഒരു അന്വേഷണ ത്വര നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിനാണ് ഇത് ആവർത്തന വിരസതയായിരുന്നതായി തീരുന്നത്. മറിച്ച് കാർലോ അന്വേഷിച്ചു. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കാർലോയ്ക്ക് ഇത് മാതാപിതാക്കൾ എന്ന് പറഞ്ഞു കിട്ടിയ ഒന്നുമല്ല. കാരണം കാർലോയുടെ അമ്മ തന്നെ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്, കാർലോയിലൂടെയാണ് ഈ അമ്മ ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്ന ആ വിശ്വാസ സത്യമായിട്ട് കൂടുതലായിട്ട് ഉൾച്ചേർന്നതെന്നും അതിനെക്കുറിച്ച് കടന്നു വന്നതെന്നും അതുവരെ അവര് പള്ളി പോകാറില്ലായിരുന്നു എന്നാണ് അവർ തന്നെ സാക്ഷ്യപ്പെടുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ അർത്ഥം, ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് ആ വ്യക്തി എന്താ പറയാ, കിട്ടിയ, തനിക്ക് ലഭിച്ച ആ ഒരു അറിവിന്റെ ആഴങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിച്ചു, തേടിച്ചെന്നു. അങ്ങനെയാണ് ഈ ഒരു വലിയ സത്യത്തെ കണ്ടുമുട്ടിയത്. അപ്പൊ അന്വേഷിക്കുന്നവർക്കാണ് കണ്ടെത്താൻ പറ്റുക. ഈ ഒരു മേഖലയിൽ ആവർത്തന വിരസതയാർന്നതല്ല തീരണമെങ്കിൽ ഓരോ വിശ്വാസിയും അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പോൾ വിശ്വാസ സമൂഹത്തെ നമ്മൾ പ്രേരിപ്പിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു രഹസ്യത്തിന്റെ ആഴങ്ങളിലേക്കുള്ള ഒരു അന്വേഷണ ത്വര ഉണ്ടാവണം നമുക്ക്. തീർച്ചയായിട്ടും അന്വേഷിക്കുന്ന ഓരോ വ്യക്തിയും ചെന്നെത്തുക ക്രിസ്തുമായിട്ടുള്ള ഒരു കണ്ടുമുട്ടലായിരിക്കും. അപ്പോൾ ആ ഒരു അനുഭവത്തിലേക്ക് വളരണമെങ്കിൽ അന്വേഷണ ത്വര നമുക്കുണ്ടാവണം. ഈ ഞാൻ അർപ്പിക്കുന്ന ഈ ബലിയുടെ അർത്ഥം എന്ത് എന്നൊരു വ്യക്തിയും തന്നിലേക്ക് തന്നെ ഒന്ന് ചിന്തിച്ച് അതിന്റെ ആഴങ്ങളെ അറിയാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയുടെ മുമ്പിൽ സ്വയം വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളതാണ് സുവിശേഷം വരച്ചു കാട്ടുന്നത്. നമുക്കറിയാം എമ്മാവൂസിലേക്ക് പോയ ആ ഒരു ശിഷ്യന്മാരുടെ കാര്യം ലൂക്കായുടെ സുവിശേഷം 24 അധ്യായത്തിലാണ്. അവർ പരസ്പരം വാദിച്ചും തർക്കിച്ചും ഒക്കെ മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചോളം ഇതെല്ലാം വ്യർത്ഥതയിൽ, അവരുടെ എല്ലാ പ്രതീക്ഷകളും മറ്റ് നിരാശപ്പെട്ടു പോകുന്ന ഒരു രണ്ട് ജീവിതങ്ങൾ. അവരിങ്ങനെ തർക്കിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവരുടെ കൂടെ നടക്കുന്ന ഒരുവനായിട്ടാണ് ഈശോയെ ഈ ലൂക്കാസ് സുവിശേഷം വരച്ച് കാണിക്കുന്നത്. എന്നിട്ട് വചനത്തിന്റെ ആഴങ്ങളിൽ മറഞ്ഞിരുന്ന ഈ ഒരു ദൈവിക രഹസ്യങ്ങളെ, കാൽവരി ബലിയെക്കുറിച്ചൊക്കെ അവരെ പഠിപ്പിക്കുകയാണ്. മോശ മുതൽ പ്രവാചക ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്ന ആ കാര്യം, തൻ്റെ നിറവേറിയിരുന്ന ആ ഒരു പീഡാനുഭവത്തിന്റെ ഉയർപ്പിന്റെ രഹസ്യങ്ങളെക്കുറിച്ച് ഈശോയോട് സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ച് ഇവരെത്തേണ്ട ഒരു സ്ഥലത്തെത്തുമ്പോൾ, അല്ലെങ്കിൽ ആ ഭവനത്തോട് അടുക്കുമ്പോൾ ഈശോ യാത്ര തുടരുകയാണെന്ന് ഭാവിക്കുമ്പോൾ അവർ നിർബന്ധിക്കുക, നാഥാ ഞങ്ങളുടെ കൂടെ വസിക്കണേ എന്ന് അവരെ നിർബന്ധിച്ച് ഇദ്ദേഹത്തെ തങ്ങളുടെ കൂടെ, ഈ അപരിചിതൻ തങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. അങ്ങനെ ഈ അപരിചിതൻ ഇവരുടെ വീട്ടിൽ പ്രവേശിക്കുന്നു. അവൻ അപ്പം എടുത്ത് ആശീർവദിച്ചു കൊടുക്കുന്നു. അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുന്നു. അപ്പോൾ നമുക്കൊരു ക്ഷണമുണ്ടാവണം. ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ നമ്മുടെ കൂടെ നടക്കുന്ന ക്രിസ്തു നമ്മളോട് സംസാരിക്കുന്നുണ്ടെന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവും. നമ്മുടെ വിശ്വാസ സത്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ മെനക്കെടണം. ഒട്ടുമിക്ക വിശ്വാസ ജീവിതങ്ങളെ പ്രതിസന്ധി എന്ന് പറയുന്നത് അവർ ഇത്തരം കാര്യങ്ങൾക്ക് അവർക്ക് സമയമില്ല. ഈ ലോകത്തിന്റെ ടെക്നോളജികൾക്ക് പിന്നാലെ പോകുവാൻ ഒരുപാട് സമയം മാറ്റിവെക്കുന്നു. അല്ലെങ്കിൽ അതിനുവേണ്ടി തന്നെ ജീവിതത്തെ നല്ലൊരു ഭാഗം മാറ്റിവെക്കുമ്പോൾ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി, വിശ്വാസ സത്യങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടി സമയം മാറ്റിവെക്കാത്തതാണ് ഈ ആവർത്തന വിരസതയുടെ അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത്. ശരിക്കും ബ്രദർ പറഞ്ഞ പോലെ ഒരു അന്വേഷണ ത്വര വിശ്വാസികളുടെ ഉള്ളിൽ രൂപപ്പെടേണ്ടത് ഒരു ആവശ്യകതയാണത്. കാരണം ഇപ്പോൾ ഒരു ചോദ്യം വന്നിരിക്കുന്നത്, ഈശോയുടെ അതായത് അപ്പവും വീഞ്ഞും ഈശോയുടെ തിരുശരീര രക്തങ്ങളായി മാറുന്നു അല്ലെങ്കിൽ രൂപാന്തരപ്പെടുന്നുണ്ട് വിശുദ്ധ കുർബാനയിൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അത് വിശ്വസിക്കാൻ സാധിക്കുക? ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ച് എങ്ങനെ അത് വിശ്വസിക്കാൻ സാധിക്കും? കാരണം ആ വ്യക്തിയുടെ കണ്ണുകൾ കാണുന്നത് അപ്പത്തെയും വീഞ്ഞിനെയും മാത്രമാണ്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് ഒരു ഹ്രസ്വമായ രീതിയിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് അവതരിപ്പിച്ചുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ അത് എത്ര സത്യത്തിൽ എത്രയോ വലിയ അനുഗ്രഹമാണെന്ന് നമ്മൾ ചിന്തിക്കാത്തതുകൊണ്ടാണ്. നമുക്കറിയാം ലാൻസിയാനോയിലെ ഒരു ദിവ്യാന അത്ഭുതത്തിൽ അത് യേശുക്രിസ്തുവിന്റെ തിരു ഹൃദയത്തിലെ ഒരു കഷ്ണമായ മാംസമായി മാറി എന്ന് സയന്റിഫിക് ആയിട്ട് തെളിയിച്ച് സഭ അംഗീകരിച്ച ഒരു ദിവ്യാന അത്ഭുതമാണ്. നമ്മളൊന്ന് വിചാരിച്ചു നോക്കുക, ഈ ഒരു വൈദികൻ ആശീർവദിക്കുന്നതോടുകൂടി ഈ അപ്പവും വീഞ്ഞും യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തമായിട്ട് അങ്ങ് മാറി. എന്നിട്ട് നമ്മൾ കുർബാന സ്വീകരണത്തിന് ചെല്ലുമ്പോൾ ഈ വൈദികൻ ഒരു കഷ്ണം ഇറച്ചി കഷ്ണം എടുത്ത് എൻ്റെ വായിലോട്ട് വെച്ചാൽ നമ്മൾ എത്ര കണ്ടത് ഉൾക്കൊള്ളാൻ പറ്റും? നമുക്കത് ഒരു പച്ച ഇറച്ചി കഷ്ണം എൻ്റെ വായിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെ അത് ഉള്ളിലോട്ട് സ്വീകരിക്കും? ഒരു സ്വല്പം രക്തം എടുത്ത് നമ്മുടെ കയ്യിലോട്ട് വന്നു കഴിഞ്ഞാൽ, അപ്പോൾ ഇത് ദൈവത്തിനറിയാം. എന്നാൽ നമ്മൾ അവനെ സ്വീകരിക്കുകയും വേണം. അതുകൊണ്ട് ഈ ട്രാൻസ്സബ്സ്റ്റാൻഷിയേഷൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണെന്നുള്ളതാണ് സത്യം. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നമ്മൾ എത്ര പേര് കുർബാന സ്വീകരിക്കും എന്നുള്ളത് യഥാർത്ഥത്തിൽ അത് നമ്മുടെ കൺമുമ്പിൽ, നമ്മുടെ പച്ചയായ കണ്ണുകൾക്ക് ഗോചരമായ രീതിയിൽ അത് മാറിയിരുന്നുവെങ്കിൽ എത്രയോ ഭീകരമാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
അപ്പോൾ അത് ദൈവം തന്ന ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. പക്ഷേ നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു സംശയത്തിൻ്റെ ഇടയുണ്ട്. ഒരു ട്രാൻസാബ്സ്റ്റാൻഷ്യേഷൻ യഥാർത്ഥത്തിൽ ഇത് മാറിയോ എന്നൊരു സംശയത്തിനിടയുണ്ട്. അങ്ങനെ വരുമ്പോൾ സാധാരണക്കാരന് മനസ്സിലാകാൻ പോലുള്ള ഈ ഒരു വലിയ ദൈവീയ രഹസ്യങ്ങളെ ഈശോ തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങളിലൂടെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സഭ അംഗീകരിച്ച അനേക ദീപികാരൻ്റെ അത്ഭുതങ്ങളുണ്ട്. എത്രയോ വളരെ ലളിതമായി അതൊക്കെ ഒന്ന് വായിച്ച് കേൾക്കുമ്പോൾ ഓരോ വിശ്വാസിയുടെ ഹൃദയം ജ്വലിക്കും. ഈ വിശുദ്ധ അന്തോനീസിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു ദീപികാരൻ അത്ഭുതത്തെക്കുറിച്ച് ഞാൻ വായിച്ചു തുറക്കുക. അതിപ്രകാരം അദ്ദേഹം വളരെ ശക്തിയോടുകൂടി വിശുദ്ധ കുർബാനയിലെ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചൊക്കെ പ്രസംഗിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു പാഷണ്ഡ വിശ്വാസി ഇദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നുണ്ട്. അന്തോനീസെ, നീ പറയുന്ന ക്രിസ്തു ഈ അപ്പത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കണമെങ്കിൽ ഞാൻ എൻ്റെ കഴുതയെ 3 ദിവസത്തേക്ക് പട്ടിണിയിടും. 3-ാം ദിവസം അതിന് മുമ്പിൽ ഞാൻ ഭക്ഷണം വയ്ക്കും. പക്ഷേ ഈ കഴുത ഭക്ഷണം കഴിക്കാതെ നീ പറയുന്ന ഈ ഒരു അപ്പത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാം. അദ്ദേഹത്തിൻ്റെ വെല്ലുവിളി വളരെ ലോകത്തൊരിടത്തും കേട്ടിട്ടില്ലാത്ത തരത്തിൽ തീരെ അപ്രായോഗികമായിട്ടുള്ള അല്ലെങ്കിൽ തീർത്തും പ്രാക്ടിക്കൽ സെൻസ് ഒട്ടുമില്ലാത്ത ഒരു വെല്ലുവിളി. കഴുത മനസ്സിലാക്കണം എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കണം എന്നല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വെല്ലുവിളി വളരെ ഭീകരമായിരുന്നു. എൻ്റെ കഴുതയ്ക്ക് പോലും ഇത് മനസ്സിലാകും. അപ്പോൾ പക്ഷേ വിശുദ്ധ അന്തോനീസ് അത് ഏറ്റെടുക്കുകയാണ്. അങ്ങനെ 3 ദിവസത്തിന് ശേഷം വരുമ്പോൾ ഈ വ്യക്തി തിരിച്ചറിയണം എന്നല്ല പറയണം, മറിച്ച് ഇയാളെ കഴുത തിരിച്ചറിയണം ഏത് ഈ വിശുദ്ധ കുർബാനയിൽ യേശു ഉണ്ടെന്നുള്ളത്. അങ്ങനെ ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് 3 ദിവസത്തേക്ക് അടുത്ത 3 ദിവസത്തിന് ശേഷം കൂടാമെന്നുള്ള അവിടെ കൂടിയിരുന്ന ആ ഒരു ആയിരക്കണക്കിനായ ജനസമൂഹം അവരെല്ലാം കൂടെ പോവുകയാണ്, മടങ്ങുകയാണ്. ഓരോരുത്തരും ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടാവും എന്തായിത്തീരും എന്നുള്ള. ഒരുപാട് പേര് ആകുലപ്പെട്ടിട്ടുണ്ടാവും, വിശ്വാസികളായിട്ട് ഒരുപാട് പേര് ഇതൊക്കെ എന്താ ആയിത്തീരും എന്നുള്ള. അല്ലെങ്കിൽ ചിലരൊക്കെ കാണാം, എന്നാൽ പിന്നെ കാണാമല്ലോ, നടക്കട്ടെ എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെ പലവിധ കമൻറ്റുകളുമായിട്ട് അവർ തിരികെ പോവുക. എന്നിട്ട് 3-ാം ദിവസം ഒരുമിച്ച് കൂടുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഈ പറഞ്ഞ പാഷണ്ഡ വിശ്വാസി തൻ്റെ കഴുതയ്ക്ക് ഭക്ഷണം കൊടുക്കാതെ 3 ദിവസം വെറും വെള്ളം മാത്രം കൊടുത്ത് അതിനെ പട്ടിണി കിട്ടേക്കുക. അതേ സമയത്ത് വിശുദ്ധ അന്തോനീസ് ഉപവാസത്തിലുമാണ്. അങ്ങനെ ഇവർ 3-ാം ദിവസം ഒരുമിച്ച് വീണ്ടും കണ്ടുമുട്ടുകയാണ്. ഇവർ പറഞ്ഞ സ്ഥലത്ത് ഒരുമിച്ച് കൂടുമ്പോൾ ഈ കഴുതയുടെ മുമ്പിലേക്ക് കഴുതയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട അതിൻ്റെ ഭക്ഷണ സാധനങ്ങൾ എടുത്തു വയ്ക്കുകയാണ് ഈ പാഷണ്ഡ വിശ്വാസി. അപ്പോൾ അതേ സമയം തന്നെ കാരളിക്കായിൽ വിശുദ്ധ കുർബാന വിശുദ്ധ അന്തോനീസ് എഴുന്നള്ളിച്ച് വെക്കുന്നു. എന്നിട്ട് ഇതിനെ രണ്ടിനും തുല്യ അകലത്ത് നിർത്തുമ്പോൾ ഈ കഴുത ചെയ്യുന്നൊരു കാര്യമെന്ന് പറയുന്നത് അതതിൻ്റെ ഭക്ഷണ സാധനത്തിലേക്ക് തിരിഞ്ഞു നോക്കാതെ നേരെ പോയി ഈ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മുട്ടുമടക്കി നിൽക്കുകയാണ്. അല്ലെങ്കിൽ മുൻകാലുകൾ മടക്കി കാലുകൾ മടക്കി നിൽക്കുകയാണ്. അങ്ങനെ അവിടെ കൂടിയിരുന്ന ജനവും ഈ പാഷണ്ഡ വിശ്വാസി അലറിക്കരഞ്ഞുകൊണ്ട് ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. ഇത്ര ലളിതമാണത്. അത്രമാത്രം അത്ഭുതങ്ങൾ, ദിവ്യകാരണ അത്ഭുതങ്ങൾ ഈ ലോക ചരിത്രത്തിൽ ഈശോ അനുവദിച്ചത് തന്നെ നമ്മുടെ ഈ സംശയമുറ്റിയ മനസ്സുകൾക്ക് എപ്പോഴും വിശുദ്ധ തോമസ് ലീഹ പറയുന്നത് പോലെ കണ്ടിട്ടേ ഞാൻ വിശ്വസിക്കുള്ളൂ എന്ന് പറയുന്ന ആ ഒരു സംശയത്തിന് മുമ്പിൽ പോലും വളരെ സ്നേഹത്തോടെ ഇറങ്ങി വരുന്ന ദൈവം ഈ ചരിത്രത്തിൽ ഉടനീളം അനേക ദിവ്യകാരണ അത്ഭുതങ്ങളിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇത് എൻ്റെ ശരീരമാണ്, എൻ്റെ രക്തമാണ്. ലാൻസിയാനോയിലെ ദിവ്യകാരണ അത്ഭുതം എന്ന് പറയുന്നത് സഭ സയൻറ്റിഫിക്കായിട്ട് യാതൊരു തരത്തിലും സഭയാൽ ബന്ധമില്ലാത്ത നിരീശ്വരവാദികളായ മനുഷ്യരത് പരിശോധിച്ചിട്ട് ഈ ജീവിക്കുന്ന ജീവനുള്ള ഒരു മനുഷ്യന്റെ ഹൃദയഭാഗത്ത് നിന്ന് കണ്ടിച്ചെടുത്തതാണ്. ഇതെങ്ങനെ കിട്ടി എന്ന് ചോദിക്കത്തക്ക വിധത്തിൽ ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ ഒരു ഭാഗമാണെന്നുള്ളത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ദിവ്യകാരണ അത്ഭുതങ്ങൾ നമ്മളോട് വിളിച്ച് പറയുന്നത് ഏത് സാധാരണക്കാരനും മനസ്സിലാക്കാൻ പറ്റും. ഇത് തന്നെയാണ് വിശുദ്ധ കാർലോ അക്വീനാസ് ചെയ്തതും. അദ്ദേഹം ഇത് സ്വന്തം ജീവിതത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് ഈ ദിവ്യകാരണ അത്ഭുതത്തിൻ്റെ പ്രചാരകനായിട്ട് മാറുകയാണ്. തൻ്റെ കഴിവോ എല്ലാം ഉപയോഗിച്ച്, തൻ്റെ കമ്പ്യൂട്ടർ സ്കില്ലിൽ ഉപയോഗിച്ച് അദ്ദേഹം ചെയ്ത കാര്യം ഈ ദിവ്യകാരണ അത്ഭുതങ്ങളെ ലോകം മുഴുവൻ പ്രചരിപ്പിക്കുകയാണ് ചെയ്തത്. ഇത് വായിക്കാൻ ഞാൻ പറഞ്ഞു, നല്ലൊരു അന്വേഷണ ത്വരയുള്ള ഒരു വ്യക്തിക്ക് ഈ ഒരു ദിവ്യകാരണ അത്ഭുതങ്ങളിലേക്ക് എത്തിച്ചേരാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ ചെയ്യുമ്പോൾ സത്യമായിട്ടും ഈ ഒരു വിശ്വാസം കേൾവി എന്നാണ് റോമാലേഖനം 10:17 തീർച്ചയായിട്ടും ഏതൊരു വ്യക്തിക്കും ഈ ഒരു ദിവ്യകാരണ അത്ഭുതങ്ങൾ വായിക്കുമ്പോൾ ആ വിശുദ്ധരി വിളങ്ങിയിരിക്കുന്ന ആ ഒരു ദൈവിക വിശ്വാസവും അതെല്ലാം പകരപ്പെടുക തന്നെ ചെയ്യും. ബ്രദർ പറഞ്ഞത് വളരെ വ്യക്തമാണ്. കാരണം കാർലോ അക്വീനാസ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് 21-ാം നൂറ്റാണ്ടിൽ ജീവിച്ച് മരിച്ച ഒരു വ്യക്തിയാണ്. മാത്രമല്ല ഇന്നത്തെ യുവതലമുറയിൽപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആ വിശുദ്ധൻ പോലും ആ വിശുദ്ധ പദവിയിലേക്ക് എത്തിയത് തന്നെ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ആഴത്തിലൊരു അന്വേഷണം നടത്തിയത് കൊണ്ടാണ്. അത് ഇന്നത്തെ യുവതലമുറ ഒരു മാതൃകയാക്കേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു. അപ്പം വേറൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, ഇന്നത്തെ പുതുതലമുറ കുർബാനയിൽ നിന്നും പള്ളിയിൽ നിന്നും അകന്നു കഴിയുന്നതിന് എന്താണ് കാരണം? സാമൂഹിക മാധ്യമങ്ങളിൽ സഭയെ കുറ്റപ്പെടുത്തുന്നതിൽ അവർ മുന്നിലാണ് എന്ന സത്യം നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി സൂക്ഷ്മതയോടുകൂടി മനസ്സിലാക്കേണ്ടതും പരിഹരിക്കേണ്ടതുമായ ഒരു പ്രശ്നമാണ്.
കാരണം ഇന്നത്തെ തലമുറയ്ക്ക് ഈ ഒരു വിശ്വാസത്തിൽ വളരെ എന്താ പറയുക വീഴ്ച വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഒരുപാട് ദൈവത്തിന് അവനോടി എന്തുകൊണ്ടാണ് ഇതെന്ന് ചോദിക്കുമ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ ഇതിന്റെ കാരണം അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഓരോ കുടുംബത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്. ഒട്ടുമിക്ക മാതാപിതാക്കളും ചെയ്യുന്നത് 6 ദിവസം തങ്ങളെ മക്കളെ എന്താ പറയുക അക്കാദമിക്കലായ പഠനത്തിന് അയച്ചിട്ട് 7-ാം ദിവസം അത് പോരാഞ്ഞിട്ട് ട്യൂഷന് വിടും. ഇങ്ങനെ പരിശീലിപ്പിക്കപ്പെടുന്ന ഒരു കുഞ്ഞിന്റെ ജീവിതത്തിൽ ദൈവത്തിനോ വിശ്വാസത്തിനോ വലിയ സ്ഥാനമുണ്ടാവില്ല. അവൻ നാളത്തെ സഭാവിരോധിയായിട്ട് മാറും. ഈ ഒരു കാര്യത്തിനകത്ത് നമ്മൾ വ്യക്തത ഉണ്ടാവണം. എന്തെല്ലാം കൊടുത്താലും മക്കൾക്ക് ശാരീരിക പോഷണത്തിനും അവരുടെ ഭൗതികമായിട്ട് ഉന്നമനത്തിനും ആവശ്യമെല്ലാം ചെയ്തു കൊടുക്കുമ്പോൾ ഈ വിശ്വാസം പകർന്നു കൊടുക്കാൻ മടി കാണിക്കുന്ന മാതാപിതാക്കൾ അവർ ചെയ്യുന്നത് സമൂഹത്തോടുള്ള വലിയൊരു ദ്രോഹമാണ്. കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. കാരണം അനുദിന ജീവിതത്തിൽ ഈ അക്കാദമിക് നോളജും നമുക്ക് കിട്ടിയിരിക്കുന്ന ഇതൊന്നും മാത്രം പോരാ. ജീവിതം പച്ചയായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് ഒന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരു പിടിവള്ളി ഈ വിശ്വാസം എന്ന് പറയുന്നതാണ്. നമ്മുടെ പൂർവികർക്കെല്ലാം അതുണ്ടായിരുന്നു. ഞാൻ മലബാറുകാരൻ എന്ന നിലയ്ക്ക് ഞാൻ പറയുമ്പോൾ പൂർവികരെ കുറിച്ച് പറയുന്നത് അവർ കുടിയേറ്റക്കാരായിരുന്നു. അവർ ഈ മലമ്പനിയോടും കാട്ടുപന്നിയോടും പോരടിച്ച് അവരുടെ കാട് വെട്ടിത്തെളിച്ച് ഈ മലബാറിലെ കുടിയേറ്റം അവർ ചെയ്തപ്പോൾ അവർ ഏറ്റവും ആദ്യം ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് വീട് പണിയല്ല, മറിച്ച് പള്ളി പണിയുകയാണ് ചെയ്തത്. അപ്പോൾ ആ ദൈവത്തിന് കൊടുത്ത 1-ാം സ്ഥാനമായിരുന്നു ഇന്ന് മലബാർ മേഖലയിലെ ക്രൈസ്തവ സമൂഹം ഉയർന്നു നിൽക്കാനുള്ള കാരണം. അപ്പോൾ ആ പൂർവികർക്കുണ്ടായിരുന്ന ആ വലിയൊരു എന്താ പറയുക ദൈവത്തോടുള്ള കമ്മിറ്റ്മെന്റ് ഇന്നത്തെ മാതാപിതാക്കൾക്ക് ഇല്ലാത്തതാണ് മക്കളിലേക്ക് ഇത് പകരപ്പെടാത്തത്. 2 തിമോഥെയോസിന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ അതിന്റെ 5 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ പറയാണ്, തിമോഥെയോസിനെ കുറിച്ച് പറയാം, എൻ്റെ വലിയമ്മയായ ലോബീസിനും എൻ്റെ അമ്മയായ യവനിക്കൊക്കെ ഉണ്ടായിരുന്ന വിശ്വാസം നിനക്കും ഉണ്ട് എന്ന് പറഞ്ഞത് തലമുറകളിലൂടെ പകരപ്പെടേണ്ട ഒരു കാര്യമാണ്. വല്യമ്മയ്ക്കുണ്ടായിരുന്നു, അമ്മയ്ക്കുണ്ട്, ഇപ്പം നിനക്കുമുണ്ട്. അപ്പൊ അതാണ് തലമുറകളോടെ പകരപ്പെടേണ്ട ഒന്നാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് എത്ര മാതാപിതാക്കൾ ഈ ഒരു കാര്യത്തിൽ ജാഗരൂകത കാണിക്കുന്നുണ്ട്? അവർ പെട്ടെന്ന് ഇത് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അവർ കുറ്റപ്പെടുത്തുന്നത് അച്ഛന്മാരെയും മതാധ്യാപകരൊക്കെയാണ്. അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതിന് പരിധിയുണ്ട്. മറിച്ച് ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് അവരുടെ വിരൽത്തുമ്പിൽ എന്താ പറയുക ഈ ലോകം അവരുടെ വിരൽത്തുമ്പിലാണ് എന്ന് പറഞ്ഞാൽ അറിവും വിജ്ഞാനങ്ങളൊക്കെ ഇന്റർനെറ്റ് എടുക്കുക, തോണ്ടുന്നത് വഴി ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുന്നത് വഴി അവർ അറിവിന്റെ ഏത് ലോകത്തേക്ക് എത്തിച്ചേരാൻ അവർക്ക് പറ്റുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് പണ്ടത്തെ പോലെ വിശ്വസിച്ചാൽ മതി എന്നൊരു ആജ്ഞാസ്വരവും നിന്ന് പലപ്പോകത്തില്ല. മറിച്ച് അവർക്ക് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ മാതാപിതാക്കൾക്കാവണം. അതോടൊപ്പം തന്നെ അവരെ ഇത്തരത്തിൽ പരിശീലിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതൊന്നും ചെയ്യാതെ ഇന്നത്തെ തലമുറ നശിച്ചു പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അവർ എന്താ പറയുക മാതാപിതാക്കളുടെ അനാസ്ഥയാണ്. ഏറ്റവും ഒന്നാമതായിട്ട് വിശ്വാസം പരിശീലിക്കപ്പെടേണ്ടത് കുടുംബത്തിൽ നിന്നാണ്. അവർക്ക് ഇത് കിട്ടാനുള്ള സാഹചര്യം എന്താ പറയുക ഉണ്ടാക്കിയെടുക്കണം. രണ്ടാമതായിട്ട് നമ്മൾ വെറുതെ പറഞ്ഞാൽ പോരാ, അത് സാക്ഷി ജീവിതം അവർ തേടും. ഈ പറയുന്ന കാര്യം മാതാപിതാക്കളുടെ ജീവിതത്തിലുണ്ടോ എന്ന് അവർ സൂക്ഷ്മതയോടെ നോക്കിക്കാണും. അപ്പോൾ അതില്ല എങ്കിൽ അവർ പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല. വിശ്വാസത്തിന്റെ ഈ കാര്യങ്ങളൊക്കെ വെറുതെ എന്താ പറയുക പറഞ്ഞു കഴിഞ്ഞാൽ അത് പടപ്പത്തല്ലായിട്ട് മാറും. മറിച്ച് സ്വന്തം ജീവിതം ഉണ്ടാവണം. അപ്പൊ ഇതാണ് സാക്ഷ്യ ജീവിതങ്ങളെ അവർ തേടുന്നുണ്ട്, സ്വന്തം ചോദ്യങ്ങൾക്ക് ഉത്തരം അവർ തേടുന്നുണ്ട്. ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതെല്ലാം വിശ്വാസ പരീക്ഷയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പൊ അവരുടെ ചോദ്യങ്ങളെ ആൻസർ ചെയ്യാൻ മാതാപിതാക്കളും അതോടൊപ്പം വൈദികരും മതാധ്യാപകരും തുല്യ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവരാണ്. ഈ ഒരു മേഖലയിൽ വിശ്വാസ പരിശീലനത്തിന് തെല്ലും അനാസ്ഥ വരുത്താതെ നമ്മൾ മുന്നോട്ട് പോയി എങ്കിൽ മാത്രമേ ഈ ഒരു കാര്യത്തിൽ ഇന്നത്തെ ആ ഒരു യുവജന സമൂഹം വിശുദ്ധ ബലിയോട് ചേർന്ന് നിൽക്കത്തുള്ളൂ. അവർക്ക് സാക്ഷി ജീവിതം ആവശ്യമുണ്ട്, വിശ്വാസ പരിശീലനം ആവശ്യമുണ്ട്. അവരുടെ ചോദ്യങ്ങളുള്ളവരവർ ധാരാളം ചോദ്യങ്ങളുണ്ട്. അവർ കേൾക്കാനും ശാന്തതയോടുകൂടി ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ തക്കവിധത്ത ഒരു അറിവിലേക്ക് മാതാപിതാക്കളെന്ന ഇതിലേക്ക് നമ്മൾ വളരേണ്ടതുണ്ട്. അപ്പൊ അതും പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം ആത്മീയ അധികാരികൾ ഇതെല്ലാം ചേരുമ്പോൾ ഇന്നത്തെ സമൂഹം യഥാർത്ഥത്തിൽ യേശുവിന്റെ ആ തിരുശരീര രക്തങ്ങളല്ല ആ ഒരു വലിയ സാന്നിധ്യത്തെ, കവദാശിക സാന്നിധ്യത്തെ ആവോളം ആസ്വദിച്ച് വിശുദ്ധിയിൽ വളരുക തന്നെ ചെയ്യും. ബ്രദർ വളരെ വ്യക്തമാണ്. പ്രേക്ഷകർ ചോദിച്ച ചോദ്യങ്ങൾക്ക് അവർക്ക് ഒരു വ്യക്തത കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം നൈറ്റ്സ് ടെംപ്ലറിന് വേണ്ടി ബ്രദറുടെ വിലപ്പെട്ട സമയം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. വിശുദ്ധ കുർബാനയെ കുറിച്ച് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഉയർന്ന ചോദ്യങ്ങളാണ് നൈറ്റ്സ് ടെംപ്ലർ ഇന്ന് ചർച്ച ചെയ്തത്. വിശുദ്ധ കുർബാനയിൽ അപ്പവും മീഞ്ഞും ഈശോയുടെ തിരുശരീര രക്തങ്ങളായി മാറുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പ്രകടമായ ഉത്തരം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ടുള്ള ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ തന്നെയാണ്. ദൈവം സ്നേഹിക്കുന്ന സ്വന്തം ജനത്തിന്റെ കൂടെ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് വിശുദ്ധ കുർബാനയിൽ അപ്പത്തിന്റെ രൂപത്തിൽ ഈശോ എഴുന്നള്ളുന്നത്. പ്രേക്ഷകർ ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം ലഭിച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച ഇതേ സമയം നൈറ്റ്സ് ടെംപ്ലർ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ.